റാഗിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ടൊരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പൊടി ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്ന ഒരു ചൂടായി കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് സോഫ്റ്റ് മാവാക്കി എടുക്കണം. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുത്ത് എണ്ണ തടവി വെച്ചിരിക്കുന്ന ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 4 മിനിറ്റ് ഇത് ആവി കയറ്റിയെടുക്കണം. 4 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്കൊരു വറവ് തയ്യാറാക്കാം. ഇത് ഓപ്ഷണലാണ്. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ബോൾസും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ.